നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നോർക്ക പ്രവാസി നിയമസഹായ സെൽ പ്രവർത്തനം തുടങ്ങി. ആദ്യഘട്ടത്തിൽ കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലാണ് പ്രവർത്തനം ആരംഭിക്കുക. മറ്റിടങ്ങളിലും ഉടൻ പ്രവാസി നിയമസഹായ സെൽ പ്രവർത്തനം തുടങ്ങും. നോർക്ക നിയമസഹായ സെൽ തുടങ്ങുന്നതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ നോർക്ക ലീഗൽ കൺസൾട്ടന്റുമാരെ നിയോഗിച്ചു കഴിഞ്ഞു. തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾ സംബന്ധിച്ച കേസുകൾക്കും ചെറിയ കുറ്റകൃത്യങ്ങൾക്കും വിദേശ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ പ്രവാസി മലയാളികൾക്ക് നിയമസഹായം നൽകാനുള്ള പദ്ധതിയാണ് ഇത്. കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലാണ് പദ്ധതി നിലവിൽ വന്നത്. തൊഴിൽ പ്രശ്നങ്ങളിൽ കേസുകൾ ഫയൽ ചെയ്യാനുള്ള നിയമസഹായം ലഭ്യമാക്കുക, നഷ്ടപരിഹാര, ദയാഹർജികൾ എന്നിവയിൽ സഹായിക്കുക, മലയാളി സംഘടനകളുമായി ചേർന്ന് നിയമബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ ഭാഷകളിൽ തർജ്ജമ നടത്താൻ വിദഗ്ധരുടെ സഹായം ലഭിക്കുക, ബുദ്ധിമുട്ടനുഭവിക്കുന്ന മലയാളികൾക്ക് നിയമവ്യവഹാരത്തിനുള്ള സഹായം നൽകുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ പാസ്പോർട്ടും സാധുവായ തൊഴിൽ വിസയോ സന്ദർശക വിസയോ ഉള്ള മലയാളികൾക്കോ അല്ലെങ്കിൽ തടവിലാക്കപ്പെടുകയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്യുന്ന ആളിന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർക്കോ സഹായം തേടാൻ കഴിയും. പ്രവാസി നിയമസഹായത്തിനുള്ള അപേക്ഷാ ഫോറം നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.norcaroots.org ലഭിക്കുന്നതാണ്. കേരളത്തിൽ നിന്നും മധ്യകിഴക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന തൊഴിലാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അന്യനാട്ടിലുണ്ടാകുന്ന കോടതി വ്യവഹാരങ്ങളും മറ്റ് നിയമക്കുരുക്കുകളും. ഒരുവിധ നിയമസഹായവും ലഭിക്കാതെ നിസ്സഹായരായ തൊഴിലാളികൾ ജയിലുകളിലാവുകയും കടുത്ത ശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യൻ തൊഴിൽ വിസയോ സന്ദർശക വിസയോ ഉള്ള മലയാളികൾക്കോ അല്ലെങ്കിൽ തടവിലാക്കപ്പെടുകയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്യുന്ന ആളിന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർക്കും ഈ സഹായം നേടാൻ കഴിയും. പ്രവാസി നിയമസഹായത്തിനുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നോർക്ക റൂട്ട്സ്, 3-ാം നില, നോർക്ക സെന്റർ, തൈക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ ceo@norcaroots.net അല്ലെങ്കിൽ ceo@norcaroots@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.norcaroots.org ലഭ്യമാകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.